ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്ന് ചേച്ചീൻ്റെ അനിയൻ്റെ കുട്ടീൻ്റെ നൂലുകെട്ടായിരുന്നു. അപ്പോൾ അവർ പൂണ വഴി ആദ്യം കാടാമ്പുഴ അമ്പലത്തിൽ പോയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത്. എൻ്റെ അമ്മയ്ക്ക് പേടി എന്ത് ചേച്ചി ഒരു സാരീനെ പറ്റിയൊക്കെ പറയുന്നത് നിങ്ങളോട്? അവർ പറയണത് എന്താ പറയുക, ഈ വന്നിട്ട് യൂട്യൂബിലേക്കുള്ള വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പട്ടു സാരി എടുത്ത് വന്നിരുന്നല്ലോ എന്ന്. അനഘ അപ്പോൾ നമ്മുടെ പരിപാടിയിലേക്കുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ പരിപാടി തുടങ്ങാൻ സമയമായി. അമ്മ വിളക്കൊക്കെ കൊടുത്ത് വയ്ക്കുന്നുണ്ട് അല്ലേ. സാധനങ്ങളൊക്കെ സെറ്റാക്കണം അവിടെ. അപ്പോൾ കുഞ്ഞാവയ്ക്ക് അമ്മ ദാ ചരട് കെട്ടണം. അപ്പോൾ ഈ നൂലുകെട്ട് പറഞ്ഞ പരിപാടിയാണല്ലോ 28ാം പിറന്നാൾ എന്ന് പറയുന്ന ഇതിലല്ലേ. ഇത് അനഘയുടെ അച്ഛനാണ് കേട്ടോ. കല്ല് വളം ഇട്ടു. എല്ലാവർക്കും ഇടുമ്പോഴേക്ക് പുറത്തുകൂടെ ഒരു അതിന്റെ ചെറിയ വളം ഉണ്ടാവും. സ്വർണ്ണായപ്പോ ചിരി തുടങ്ങിയതാണ്. വല്യമ്മായി കളിച്ചിട്ടല്ലേ. സുന്ദരി പെണ്ണേ, സുന്ദരിയുടെ സുന്ദരി. ഇത് രണ്ട് വല്ല കൂടി കൂട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യാ, എന്നാലും പറ്റൂല. അല്ല അതൊക്കെ അനഘ ഞാൻ കൊണ്ടു ഇടാൻ പറ്റില്ല. എന്നാ തുറക്ക് ചേച്ചി കൊണ്ടുവന്നു. സന്തോഷായതേ. ഈ കുരുമുളക് കലക്കിയത് അമ്മേനെ താമ്പലും അങ്ങനെ. വിജയിച്ചിരിക്കുന്നു. ഒരു കുരു കഴിഞ്ഞ് മറ്റത് ഇതുമായി തന്നെ ആവണം. എന്റെ ആളുകൾ സമ്മതിക്കും. എന്റെ അലമ്പില്ല.
ഒന്ന് കവിളത്ത് പൗഡർ ഇട്ടിട്ട് ചിരിക്കുന്നുണ്ട്. ആ പൗഡർ ഇട്ടിട്ട് മതി. പൗഡർ ഇതുവരെ ചെയ്തൊക്കെ ശരിയായിരുന്നു. എന്തൊക്കെ ചേച്ചി 28ന്റെ ചടങ്ങുകളായിട്ടുണ്ടായത്? നമ്മൾ ആദ്യം ചരട് കെട്ടും, പിന്നെ സ്വർണത്തിന്റെ അരഞ്ഞാണം അതുണ്ടെങ്കിൽ അത് കെട്ടും, പിന്നെ കരിവള, പിന്നെന്താ കണ്ണെഴുതി. അന്നാണ് ആദ്യമായിട്ട് നമ്മള് ഇതൊക്കെ ഇടുക, കൺമഷി സ്വർണത്തിന്റെ കെട്ടുന്നതിന്റെ മുന്നേ ആണല്ലോ ഈ കറുത്ത. അതൊക്കെ ആദ്യം. പിന്നെ അതിനൊരു സാധനം കൂച്ച്, എന്താ കൂച്ച് എന്തൊക്കെയാണ് ശരിക്കും ഇതറിയില്ല. ആ സാധനം 2 ഉണ്ടോ, വലംപിരിയും ഇടംപിരിയോ, അത് രണ്ടും നമ്മൾ ചരടിൽ കോർക്കും. എന്നിട്ടാണ് നമ്മൾ അരയിൽ ഈ ചരട് കെട്ടുക. അതാണ് നൂല് കെട്ട്. പിന്നെ കുട്ടിക്ക് നമ്മൾ പേരിടുകയും ചെയ്യും. അന്നാണ് നമ്മൾ ചെവിയിൽ വിളിക്കുക. അപ്പം അദ്വിക എന്നാണ് പേര്. അപ്പോൾ 28 പിറന്നാളെന്ന് പറയുമ്പോൾ നമ്മൾ പിറന്നാളിൻ്റെ അതുപോലെ തന്നെയാണ് ആഘോഷിക്കുക. അപ്പോൾ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഫുഡ് കഴിക്കാനായി. അപ്പോൾ അത് വിളമ്പണ തിരക്കിലാണ് എല്ലാവരും. അപ്പോഴും കിട്ടും. ഇത് അപ്പടം മാത്രം മതിയാ. ചോറ് ചോറിനേക്കാളും വരുമോ? ചെറുപയറും അതാണ് ചോറിന് അങ്ങനല്ല തുടക്കാണ് അമ്മായി വീഡിയോ എടുക്കണ്ട കൈ കാണിക്കുന്നത് സാധാരണ സൂപ്പർ ഇങ്ങനെ സൂപ്പർ ഇങ്ങനെ ഞാനിത് ടേസ്റ്റ് ചെയ്യും. ഇത് ടേസ്റ്റ് ചെയ്യും. അപ്പം ആണുങ്ങളുടെ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി പെണ്ണുങ്ങളുടെ ഊഴായില്ലേ? അതെ. അപ്പം ഇതാണ് എൻ്റെ ചെറിയ എടാ അച്ചു നല്ല ഉറക്കമുള്ള
അവളിപ്പോ ഇങ്ങോട്ട് ചാടും അവരങ്ങോട്ട് അങ്ങോട്ടേക്കോളൂ ഇങ്ങോട്ടുണ്ട് ഇങ്ങനെ കാണുന്ന ഈ കുഞ്ഞു പെണ്ണിന്റെ ദേഷ്യം വെച്ചിട്ടുണ്ട് പിന്നെ സ്ഥിരം പരിപാടി തന്നെ തോന്നുന്നു കണ്ടിട്ട്. ഫോട്ടോസ് വീഡിയോസ് എടുക്കല് അത് എവിടെയാണെങ്കിലും നമുക്കതൊന്നൊരു പ്രശ്നമേ അല്ല. അപ്പോൾ അമ്മച്ചനും അമ്മമ്മയും കൂടി കുഞ്ഞിനെ കുഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അന്ന് പറഞ്ഞിരുന്ന അനഘയുടെ വളകളുടെ കളക്ഷൻ. ഒരുപാട് വളകളുണ്ട്, പലതരം കളറുകളായിട്ട്. ശ്രീകുട്ടൻ്റെ കൂടെ എങ്ങോട്ട് പോയാലും തിരിച്ചു വരുമ്പോൾ നമ്മൾ മധുരമുള്ള എന്തെങ്കിലും കഴിക്കലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളത് മുടക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബായ്.